നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായി ഒരു നക്ഷത്രം വളരെയേറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും സഹിച്ചിങ്ങനെ പോകുന്നു. ഇവരുടെ ദുഃഖങ്ങൾക്ക് ഒരു അറുതിയില്ലേ? ഇവരുടെ ദുഃഖങ്ങൾക്കൊരു മാറ്റമില്ലേ? എന്നും ഇങ്ങനെ സങ്കടങ്ങൾ അനുഭവിച്ച് ദുരിത ദുഃഖത്തിലൂടെ പോകാനാണോ ഈ നക്ഷത്രജാതകരുടെ വിധി? അത് മറ്റാരുമല്ല, ചോതി നക്ഷത്രമാണ്. നമുക്കറിയാം ചോതി നക്ഷത്രത്തെക്കുറിച്ച്. കുറേ നാളുകളായി ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ പോവുകയാണ്. സങ്കടം ഒഴിയാത്ത സമയമില്ല. ഓരോ പ്രശ്നങ്ങൾ തീരും തോറും വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അത് ഇവരുടെ കാര്യത്തിലാണെങ്കിലും ഇവരുടെ കൂടെയുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും കുടുംബക്കാരുടെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിന് ഒരു സ്വസ്ഥതയോ ഒരു സമാധാനമോ ഇല്ലാത്ത സമയം. ഇന്ന് മാറും അല്ലെങ്കിൽ നാളെ മാറും എന്നിങ്ങനെ കരുതി ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് ഈ നക്ഷത്രജാതകർ. പലപ്പോഴും പല രീതിയിലുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ജീവിതം മടുത്തു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇവരെ ഒരു അദൃശ്യ ശക്തി തന്നെയാണ് രക്ഷിച്ച് മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ ഈ നക്ഷത്രജാതകരുടെ സമയം മാറുകയാണ്. ചോതി നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു അനുഗ്രഹമുണ്ട്. സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ഉള്ള നക്ഷത്രജാതകരാണ് ഇവർ. വിശ്വസ്തത ഇവരുടെ പ്രത്യേകതയാണ്. പക്ഷെ പലപ്പോഴും ഇവർക്ക് അബദ്ധങ്ങൾ പലതും പറ്റാറുണ്ട്. ആരെ അധികം വിശ്വസിച്ചിട്ടുണ്ടോ അവരിൽ നിന്നുമൊക്കെ തിരിച്ചടികൾ ഇവർക്ക് വന്നിട്ടുണ്ട്. ആരെ ഇവർ സഹായിച്ചിട്ടുണ്ടോ അവരിൽ നിന്നുമൊക്കെ നല്ലൊരു പെരുമാറ്റം ഇവർക്ക് ലഭിച്ചിട്ടില്ല. പലയിടത്തും പല രീതിയിലും ഇവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു രാജയോഗം വന്നു ചേരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2024 ജൂൺ മാസത്തിൽ ഇവരുടെ രാജയോഗം ആരംഭിക്കും. ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും. ഉറപ്പായ കാര്യമാണ്. 5-ൽ ശനിയും 6-ൽ രാഹുവും 7-ൽ കുജനും 8-മത്തിൽ ആദിത്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, 12-ൽ കേതു. ഈ ഒരു ഗ്രഹനില ഉള്ള നക്ഷത്രജാതകർക്ക് ഒരു സൗഭാഗ്യം വന്നു ചേരും. അപ്രതീക്ഷിതമായ ഒരു രാജയോഗം. അതിന് ലഭിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് കുറച്ചു നാളുകൾ മാത്രമേ ഉള്ളൂ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു, എല്ലാ സങ്കടങ്ങളും മാറുന്നു. നമുക്ക് ചോതി നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചറിയാം. അതിനു മുമ്പ് ഈ ചോതി നക്ഷത്രജാതകർ ആരാണ് എന്നറിയാം. അവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. അവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം. ഇവർ ഇനി ഏതെല്ലാം രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കും എന്നറിയാം. ഈ വരുന്ന ഞായറാഴ്ച പുറമെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പ്രത്യേക പൂജ നടത്തുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഞാനത് എഴുതിയെടുക്കും. ഞായറാഴ്ചയിലെ പ്രത്യേക പൂജയിലും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയിലും വെള്ളിയാഴ്ചയിലും പൂജയിലും നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും. ചോതി നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളുന്നവരാണ്. വിശ്വസ്തത ഇവരുടെ പ്രത്യേകതയാണ്. ഉള്ള കാര്യം സ്പഷ്ടമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സമയോചിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മിടുക്കുള്ളവരാണ്. ദീർഘദൃഷ്ടിയുള്ളവരും കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നവരുമാണ്. ഉയരങ്ങളിലെത്താൻ അതിയായ മോഹമുള്ളവരാണ്. പെട്ടെന്ന് വിഷമിക്കുന്നവരും മനുഷ്യത്വമുള്ളവരുമായിരിക്കും. അപാരമായ ഓർമ്മശക്തിക്ക് ഉടമകളായിരിക്കും ചോതി നക്ഷത്രജാതകർ. ഗൃഹത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ട സാഹചര്യമുള്ളവരാണ് ഇവരിൽ അധികവും. കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും അങ്ങേയറ്റം മമതയുള്ളവരാണ് ഇവർ. ലഹരിയോടും സ്ത്രീകളോടും അമിതമായ താൽപ്പര്യം ഉണ്ടായിരിക്കും. കൂട്ടു ബിസിനസ്സിൽ അതീവ തൽപരരായിരിക്കും ഇവർ. ചോതി നാളുകാർ മറ്റുള്ളവരുടെ താൽപ്പര്യമനുസരിച്ച് ജീവിക്കുന്നവരും
സ്വന്തം കാര്യം മറന്നും അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായിരിക്കും. സൗന്ദര്യബോധവും സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവും ഉള്ളവരായിരിക്കും. അമിതമായി സ്വപ്നങ്ങൾ കെട്ടിപ്പൊക്കുന്നവരും ക്ഷിപ്രകോപികളും അവനവന് നാശം സ്വയം വരുത്തിവെക്കുന്നവരുമായിരിക്കും. സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ അധികവും. സ്വന്തം പ്രയത്നം കൊണ്ട് വളരുന്നവരായിരിക്കും. പെട്ടെന്ന് ഉയരുകയും പെട്ടെന്ന് തന്നെ അധപ്പതിക്കുകയും ചെയ്യുന്ന ഉയർച്ചയാണ് ഇവർക്കുണ്ടാകുക. നയതന്ത്ര പ്രതിനിധികൾ, പബ്ലിക് റിലേഷൻസ് ഓഫീസേഴ്സ് എന്നീ നിലകളിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. മാതൃഗുണം കൂടുതലായിരിക്കും. ബാല്യകാലം വളരെ പ്രയാസം നിറഞ്ഞതായിരിക്കും ഇവരുടേത്. കുടുംബത്തിൽ സ്നേഹവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ ചുറ്റുപാടുകളുമായും ഇണങ്ങിയും സന്തോഷത്തോടെ കഴിയുവാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇവർ. ഇഷ്ടക്കേട് തോന്നിയാൽ ജീവിതാവസാനം വരെ ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യും. എല്ലാവരും ഒന്നിച്ചു കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. പരാശ്രയത്വം ഇവരുടെ പ്രത്യേകതയാണ്. സത്കാരപ്രിയരും വശ്യവും ആകർഷണീയവുമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും. ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിച്ചു മാത്രമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. തുലാം രാശിയായതുകൊണ്ട് എല്ലാ കാര്യത്തിലും നിഷ്പക്ഷമായ തീരുമാനമായിരിക്കും ഇവരുടേത്. ശുക്രന്റെ പ്രത്യേകതകളായ ആഭിജാത്യം, അഭിമാനം, സന്തോഷം, സൗമ്യത, സൽസ്വഭാവം എന്നിവ ഇവരിലും പ്രകടമായി കാണാറുണ്ട്. മനസാന്നിധ്യം കൈവിടാതെ ഏതു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ് ഇവരുടെ പ്രത്യേകതയാണ്. പൊതുജന താൽപ്പര്യം മുൻനിർത്തി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സംഗീതാദി കലകളിൽ വാസനയും താൽപ്പര്യം ഉള്ളവരുമായിരിക്കും. രക്തദോഷം കൊണ്ടുള്ള അസുഖങ്ങൾക്ക് വളരെ സാധ്യത കൂടുതലാണ്. കാരണം നക്ഷത്രാധിപൻ രാഹുവാണ്. കൂടാതെ ഹൃദ്രോഗം, മൂത്രാശയരോഗം, ഗർഭാശയരോഗം, ലൈംഗിക രോഗം, ചർമ്മരോഗം എന്നിവ കൂടെ കൂടെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. മരുന്നുകൾ, മധുരപലഹാരങ്ങൾ, പെയിന്റ്, വുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളിൽ നന്നായി ശോഭിക്കാൻ ഇവർക്ക് കഴിയും. ചോദ്യനാളുകാരായ സ്ത്രീകൾ ഏതു വീട്ടിലുണ്ടോ അവിടെയൊക്കെ ഐശ്വര്യമാണ്, അവിടെയൊക്കെ ഭാഗ്യമാണ്. ചോദ്യനാളിൻ്റെ നാഥൻ രാഹുവാണ്. ഇവരുടെ പ്രാരംഭദശ രാഹുവിൽ തുടങ്ങി ഗുരു, ശനി, ബുധൻ, കേതു, ശുക്രൻ, രവി, ചന്ദ്രൻ എന്നിങ്ങനെ കടന്നു പോകുന്നു. എവിടെയും ശോഭിക്കും. 2024 ജൂൺ മാസം മുതൽ ഈ നാളുകാർക്ക് രാജയോഗം ആരംഭിക്കും. ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ മഹാമൃത്യുഞ്ജയ ഹോമം, ധാര, പിൻവിളക്ക്, കൂവളമാല ഇവയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നത് ഇവർക്ക് ധനധാന്യ സമൃദ്ധി വർദ്ധിക്കാനും ഇവരുടെ ജീവിതം മെച്ചപ്പെടാനും കാരണമാകും. ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിയുന്നു. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തുന്നു. ധാരാളം ധനം വന്നു ചേരുന്നു. ഗവൺമെൻറ് ജോലിക്കൊക്കെ സാധ്യതയുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ചില സുഖാനുഭവങ്ങൾക്ക് കാരണമാകുന്ന പല കാര്യങ്ങളും സംഭവിക്കും. മനഃസ്വസ്ഥത ധാരാളം വന്നു ചേരും. ജീവിതത്തിൽ ഒത്തിരി സമൃദ്ധിയും സന്തോഷങ്ങളും കൂടുതൽ ഇവർക്ക് ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവമുണ്ട്. ആ ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ മാറിക്കിട്ടും. ഇവരെ സംബന്ധിച്ച് ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ്. ഉപാസനകൾക്കും ഈശ്വരഭജനത്തിനും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റം വരുത്തരുത്. മുന്നോട്ട് തന്നെ പോകണം. ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ചോതി നക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കും. അഞ്ചൽ ശനിയാണ്. ശനിക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ശനീശ്വരനെ പ്രാർത്ഥിക്കണം. അഭിഷേകം നടത്തണം. ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടുവാൻ ഈ ഒരു സമയം സാധ്യമാകും. ജ്യോതിഷം അങ്ങനെയാണ്. ചിലരെ പാടെ താഴ്ത്തിക്കൊണ്ടിരിക്കും, എന്നാൽ ചിലരെ പെട്ടെന്നുയർച്ചയിലേക്ക് കൊണ്ടുവരും. നിങ്ങളെ സംബന്ധിച്ച് ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്, തുലാക്കൂറിലെ ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ചുവടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടുക. തീർച്ചയായും മറുപടി തരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക.
ഭഗവാനോടുള്ള ആദരസൂചകമായി തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ഒരുപാട് ധനസമൃദ്ധിയാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്.